യോഗവാസിഷ്ഠ മഹാരാമായണം. അത് അങ്ങനെയാണ് ഈ പുസ്തകത്തിന്റെ പുറത്ത് കാണാം. യോഗവാസിഷ്ഠ മഹാരാമായണം. ഇത് ഒരു വോളിയമാണ്. ഇങ്ങനത്തെ 2 വോളിയമുണ്ട്. അത്രയും വലിയ പുസ്തകമാണ്. ഇതില് പിന്നെ 1000 പേജ് ഒന്നില്, അതേപോലെ വേറൊരു പുസ്തകം 1000 പേജ്. ഇങ്ങനെ അത്ര വലിയ ഒരു ഗ്രന്ഥമാണ്. രാമായണം 24,000 ശ്ലോകമേ ഉള്ളൂ. ഇതില് 32,000 ശ്ലോകം. അതായത് ഇതിന്റെ 1/4 ഭാഗമേ വലിപ്പമേ രാമായണത്തിനുള്ളൂ. അങ്ങനെ ഉള്ള ഒരു വലിയൊരു ഗ്രന്ഥമാണ്. വലിയ ഗ്രന്ഥം വലിപ്പത്തിൽ മാത്രമല്ല, പേജിന്റെ നമ്പറിൽ മാത്രമല്ല, ഇത് മുഴുവനും ഓരോ ശ്ലോകവും അത്ഭുതകരമായിട്ടുള്ള ജ്ഞാനം തരുന്നത്. അപ്പൊ അതിന്റെ ഒരു ശക്തി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, അപ്പം ആ 32,000 ശ്ലോകം ഇത് വസിഷ്ഠൻ ശ്രീരാമന് കൊടുക്കുന്ന ഉപദേശമായിട്ടാണ് വരുന്നത്. സന്ദർഭത്തിലേക്കോ ഒന്നും നമുക്ക് കടക്കാൻ ചുരുക്കി പറഞ്ഞാല്, ഈ നമ്മുടെ ശ്രീരാമൻ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട് വിശ്വാമിത്രന്റെ അടുത്ത്. ആ വിശ്വാമിത്രൻ യാഗരക്ഷക്ക് ശ്രീരാമനെ വിളിക്കാൻ വന്നപ്പോൾ ശ്രീരാമൻ വളരെ വൈരാഗ്യവാനായിട്ട് ഇരിക്കുന്നതും, അങ്ങനെ ശ്രീരാമന് ഉപദേശം വേണമെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തോട് വസിഷ്ഠനോട് ഉപദേശിക്കാൻ പറയുന്നതുമാണ് സന്ദർഭം. അങ്ങനെ വസിഷ്ഠൻ ശ്രീരാമന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം മാതിരിയാണ് പറയുന്നത്. പിന്നെ ഇത് മുഴുവനും കഥകളുടെ രൂപത്തിലുമാണ്. കുറേ കഥകൾ തരുന്നു. ഇപ്പം പിന്നെ ഞാൻ തന്നെ ഇന്നലെ ചില കഥകൾ കേസരിയിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഭുഷുണ്ണൻ കാക്കയുടെ കഥ 13 അധ്യായത്തിലാണ് ഇത് വരുന്നത്. ചൂടാലോപാഖ്യാനം അത് 34 അധ്യായം. ഞാനും എൻ്റെ മകനും കൂടി അത് വായിച്ചപ്പോ അതൊരു സിനിമയാക്കിയാൽ നല്ലതായിരിക്കും. അതിന് കുറച്ച് സംവിധാനമൊക്കെ ചെയ്യുന്ന ആളാണ്. സിനിമയാക്കാൻ പറ്റിയ കഥയാണ് എന്ന് വരെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ രസകരമായിട്ടുള്ള കഥയാണ്. അതേസമയം അതില് മുഴുവനും ജ്ഞാനവും യോഗവും തന്നെ ആണ്. ഇതില് വസിഷ്ഠൻ പറയുന്നുണ്ട്, മനസ്സ് അടങ്ങാൻ 2 മാർഗമാണ്. ഒന്ന് ആത്മജ്ഞാനത്തിന്റെ വഴി, ജ്ഞാനമാർഗം. ദ്വിതീയ പ്രാണസംരോധ യോഗ. രണ്ടാമത്തെ മാർഗം പ്രാണനെ അടക്കുന്ന തരത്തിലുള്ള യോഗ പദ്ധതിയാണ്. ഒന്ന് ജ്ഞാന പദ്ധതിയും 2 യോഗ പദ്ധതി. അപ്പൊ ഇത് രണ്ടും കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് ഇതിൽ. അപ്പം ഈ ഭുഷുണ്ടൻ കാക്ക ഒരു കഥ വരുന്നത് ഇതിലെ യോഗത്തിന്റെ ഒരു സംഭവത്തിലാണ്. അപ്പം ഇതില് രാമൻ ചോദിക്കും, ജ്ഞാനമാണോ യോഗമാണോ എളുപ്പം ചോദിക്കും. അപ്പോ അദ്ദേഹം പറയാണ്, ഇതിന് ജ്ഞാനം യോഗം എന്ന് പറഞ്ഞാൽ 2 യോഗം തന്നെയാണ്. അത് ജ്ഞാനയോഗം 2 യോഗം തന്നെയാണ്. മറ്റേത് പ്രാണരോധം എന്നുള്ള യോഗം. എങ്കിലും പൊതുവെ ഈ പ്രാണായാമത്തിനാണ് യോഗം എന്ന് രൂഢിയായിട്ട് പറയുന്നത്. 2നും തുല്യഫലമാണ് എന്നാണ്. മന്ദബുദ്ധികൾക്കാണ്, വേണ്ടത്ര ചിന്താശക്തി ഇല്ലാത്തവർക്ക് ജ്ഞാനം അത്ര പോവില്ല. അപ്പം എന്നാൽ ക്ലേശസഹനമില്ലാതെ യോഗവുമില്ല. നല്ലവണ്ണം കഷ്ടപ്പെട്ടാൽ മാത്രമേ യോഗവും കിട്ടൂ. അതുകൊണ്ട് ഇങ്ങനെ 2 ഭാഗവും ജ്ഞാനവും യോഗവും വസിഷ്ഠൻ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ ഇതില് നല്ല കട്ടിയായിട്ടുള്ള വേദാന്തം ഇതില് വരുന്നുണ്ട് എന്നർത്ഥം. അതെല്ലാം പക്ഷേ ഭാഗവതത്തിലും ഒക്കെ ഉണ്ടല്ലോ, എല്ലാ കഥകളാണ്. ആ കഥകളുടെ ഇടയിൽ
അത്യധികം ഡീപ്പായിട്ടുള്ള തത്വങ്ങൾ വരും. ഇതാണ് ഇതിന്റെ ഒരു രീതി. ഈ ഭുഷുണ്ടൻ കാക്ക എന്ന് പറയുന്നത് എത്രയോ യുഗങ്ങൾ ജീവിച്ച ഒരു കാക്കയാണ്. വലിയ വലുപ്പമുള്ള ഒരു കാക്ക. അതിന്റെ കഥയായിട്ട് വരുന്നുണ്ട്. അതില് പ്രധാനമായിട്ടും പ്രാണായാമത്തിനെ പറ്റിയാണ് വരുന്നത്. പ്രാണായാമം എങ്ങനെ വേണം എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ വരെ വരുന്ന കഥയാണ് ഈ ഭുഷുണ്ടൻ കാക്കയുടെ കഥ. ആ കഥയിലേക്ക് ഞാനിപ്പോ നമുക്ക് കടക്കാൻ സമയം ഉണ്ടാവുകയില്ല. അതേപോലെയാണ് ചൂടാലോപാഖ്യാനം. ശിഖിധ്വജൻ എന്ന് പറഞ്ഞൊരു രാജാവ്, അദ്ദേഹത്തിന് വൈരാഗ്യം ഉണ്ടായതും അങ്ങനെ ഇങ്ങനെയുള്ള കഥകളാണ് അത് വരുന്നത്. ഇനി നമുക്ക് ഇതില് ഒരു പ്രത്യേക സന്ദർഭത്തിൽ വരുന്ന ഒരു ഫിലോസഫിക്കൽ പാർട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഒരു മോഡൽ നിലനിൽക്ക് ഇതിൽ 6 പ്രകരണങ്ങളാണ്. ഈ 6 പ്രകരണം എന്ന് പറഞ്ഞാൽ 6 ചാപ്റ്റേഴ്സ് അല്ല, ചാപ്റ്റേഴ്സിന്റെയും വലുപ്പം. ഓരോ പ്രകരണത്തിലും കുറെ ചാപ്റ്റേഴ്സ്, അധ്യായങ്ങളുണ്ട്. അപ്പോ ആ ആകെ 6 പ്രകരണം. അതില് അവസാനത്തേത് നിർവാണ പ്രകരണം. അത് ഏകദേശം പകുതി വരും. 1400ഓളം 14,000ഓളം ശ്ലോകം അതിൽ. അപ്പോ അത് ഒരു 2 വോളിയാക്കുന്നുണ്ടെങ്കിൽ നിർവാണ പ്രകരണം മാത്രം 2ാമത്തെ വോളി, ബാക്കിയെല്ലാം കൂടിയിട്ട് ഒരു വോളി. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ എൻ്റെ കയ്യിലുള്ള ബുക്ക്. വൈരാഗ്യ പ്രകരണം, മുമുക്ഷു പ്രകരണം, ഉൽപ്പത്തി പ്രകരണം, സ്ഥിതി പ്രകരണം, ഉപശമ പ്രകരണം. ഇതാണ് 4. അല്ല, ആദ്യത്തെ 5. ഒന്ന് വൈരാഗ്യം, പിന്നെ മുമുക്ഷു. മുമുക്ഷു എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ ആഗ്രഹിക്കുന്നു. പിന്നെ സൃഷ്ടിസ്ഥിതി സംഹാരം, ഉൽപ്പത്തി, സ്ഥിതി, ഉപശമം. 3. ഇങ്ങനെ 5 അധ്യായത്തിന്റെ ഒരു സെറ്റാണ് ഒരു വോളിയമായിട്ട് ഇതിൽ വന്നിട്ട്. ഇതില് 3ാമത്തെ പ്രകരണം ഉൽപ്പത്തി പ്രകരണം. ആ ഉൽപ്പത്തി പ്രകരണത്തിലെ ചെറിയ ചെറിയ അധ്യായങ്ങൾ, അതിന് സർഗങ്ങൾ എന്ന് പറയും. കുറെ സർഗങ്ങളുണ്ട്. അതിൽ 118ാമത്തെ സർഗം, അത് മാത്രമാണ് ഞാനൊരു മോഡലായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കാം. 118ാമത്തെ സർഗത്തില് ജ്ഞാനത്തിന്റെ ഒരാള് ജ്ഞാനം നേടിയാൽ അവര് 7 പടികളിലൂടെ കടന്നു പോകണം. 7 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. ആ 7 ഘട്ടങ്ങളുടെ വിവരണമാണ് ആ ഒരു പ്രകരണത്തില്, ഈ ഉൽപ്പത്തി പ്രകരണത്തിലെ ഈ 118ാം സർഗത്തില് വരുന്നത്. അപ്പൊ ഇതേ ടെക്സ്റ്റ് അക്ഷരവും ശ്ലോകവും മാറാതെ നമ്മളിനി അടുത്ത 20 ഉപനിഷത്തുകളെ പറ്റി പഠിക്കാൻ പോകുന്നു. അടുത്ത ദിവസമല്ല, അടുത്ത ദിവസം വേറെ 2-3 ടെക്സ്റ്റാണ്. ലാസ്റ്റ് എൻ്റെ അവസാനത്തെ ലെക്ചറിൽ വരുന്നത് 20 ഉപനിഷത്തുകളെ പറ്റിയാണ്. 20 യോഗ ഉപനിഷത്ത്. ആ യോഗ ഉപനിഷത്തില് വരാഹ ഉപനിഷത്തിൽ ഇതേ ടെക്സ്റ്റ് ഒരു പുള്ളി വ്യത്യാസമില്ലാതെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ നമ്മുടെ യോഗയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിക്കൽ ട്രീറ്റേഴ്സ് ആണ് ഇത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞത്. അപ്പോ ആ ഗ്രന്ഥവും ഈ ഗ്രന്ഥവും രണ്ടാമത് വായിക്കണ്ട, രണ്ടും ഒരേ ടെക്സ്റ്റ്. അപ്പോ ഇതില് 7 ഭൂമികകൾ, സപ്ത ഭൂമികകൾ. ഭൂമിക എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, ഘട്ടം. ആ 7 ഭൂമികകളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പഠനം നമുക്ക് ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. ആ ശ്ലോകങ്ങള് ഇത്രയും പുസ്തകം
കണ്ടുവല്ലോ. ഇവിടെയാണ് ഇത് വരുന്നത്. ഞാനിത് എന്തിനാ കാണിക്കുന്നത് വെച്ചാല്, ഇത് നമ്മളതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് ഇന്ന സ്ഥലത്ത് ഇത്രയും വലിയ ബുക്കാണ്, അതില് ഏത് മൂലക്കായാലും എത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് കാണിക്കാൻ പറ്റും. അപ്പം ഇതില് കുറെ ഭൂമികളെ പറ്റി പറയുന്നത് ജ്ഞാനഭൂമി. അത് ജ്ഞാനഭൂമി ശുഭേച്ഛാ സ്യാത് പ്രഥമാ സമുദാഹൃത. ശുഭേച്ഛയാണ് ജ്ഞാനഭൂമികകളിൽ ഒന്നാമത്തേത്. പിന്നെ വിചാരണ ദ്വിതീയാതു. രണ്ടാമത്തെ ഭൂമിക ആണ് വിചാരണ. ദ്വിതീയാതു. തൃതീയ തനുമാനസ. മൂന്നാമത്തേത് തനുമാനസ. സത്വാപത്തി ചതുർത്ഥി സ്യാത്. നാലാമത്തേത് സത്വാപത്തി എന്നാണ് പേര്. തതോ അസംസക്തി നാമിക. അതിന്റെ ശേഷം വരുന്നത്, അതായത് അഞ്ചാമത്തേത് അസംസക്തി നാമം. അതിന്റെ പേര് അസംസക്തി എന്നാണ്. പദാർത്ഥാഭാവിനി ഷഷ്ഠി. ആറാമത്തേത് പദാർത്ഥാഭാവിനി എന്നാണ് പേര്. സപ്തമി തുര്യകാ സ്മൃത. ഏഴാമത്തേത് ലാസ്റ്റ് തുര്യക. ഇങ്ങനെ. അപ്പം ഇത് ഞാനൊരു കേസരിയിൽ ഒരു ലേഖനമായിട്ട് എഴുതി. അപ്പം ഇങ്ങനെ 7 ഭൂമികകളാണ്. 1 ശുഭേച്ഛ, 2 വിചാരണ, 3 തനുമാനസ, 4 സത്വാപത്തി, 5 അസംസക്തി, 6 പദാർത്ഥാഭാവിനി, 7 തുര്യക. 7 ഭൂമികകൾ. ഇതിൽ ഓരോന്നിനെ പറ്റി നമുക്കൊന്ന് ഓടിച്ചങ്ങോട്ട് പോവാം. അതിലൊന്നാമത്തേത് ശുഭേച്ഛ. ശുഭ ഇച്ഛ എന്നാണല്ലോ, ഏറ്റവും മംഗളകരമായിട്ടുള്ള ആഗ്രഹം, ഇച്ഛ. അത് ആദ്യമാണ്, അത് ഒന്നാമത്തെ ഭൂമികയാണ്. അതായത് ഒരു സാധകൻ ഇതിലേക്ക് കടക്കുമ്പോൾ ആദ്യം എത്തിപ്പെടുന്ന ആ ഘട്ടമാണ് അത്. സ്ഥിതഃ മൂഢ ഏവ അസ്മി. ഞാൻ മൂഢനെ പോലെ സ്ഥിത, ഇങ്ങനെ ഇരിക്കുക എന്നല്ലോ. ഞാൻ ഒരു മൂഢനായിട്ട് ഇരിക്കുന്നല്ലോ. ഇത് ശാസ്ത്രം അഭ്യസിക്കാനോ സജ്ജന സംസർഗത്തിനോ സാധിക്കുന്നില്ലല്ലോ. അതൊക്കെയാണ് വേണ്ടത്. അതെ, മൂഢനല്ലാതാവണം. ഒരു സാമർഥ്യം ഉള്ളവൻ എന്ത് ചെയ്യും? ശാസ്ത്രം പഠിക്കാൻ നോക്കും, സജ്ജനങ്ങളോട് സംസർഗം ചെയ്യാൻ നോക്കും. ഇത് രണ്ടും സാധിക്കുന്നില്ലല്ലോ എന്ന ദുഃഖം, അതിലെ ഒരാഗ്രഹം, വൈരാഗ്യപൂർണമായ ആഗ്രഹം, മറ്റുള്ളതിനോടെല്ലാം വിരാഗം, മറ്റതിനോടൊന്നും അറ്റാച്ച്മെന്റ് ഇല്ല, ഒട്ടാകെ വേണ്ടത് ഇത് മാത്രം എന്ന് തോന്നുന്ന ഒരു അവസ്ഥ. അതാണ് ശുഭേച്ഛ എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹത്തിന് വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം, മുമുക്ഷുത്വം, ഇതൊക്കെയാണ് സാധാരണ അധികാരി ലക്ഷണം എന്ന് പറയുന്നത്. ഈ ജ്ഞാനത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കാനുള്ള അധികാരി ആവണമെങ്കിൽ, അതിൻ്റെ ഒരു തുടക്കക്കാരനാവണമെങ്കിൽ പോലും ഈ ലക്ഷണങ്ങളൊക്കെ വേണം. അതിന്റെ ചുരുക്കം: 1 വിവേകം വേണം, നല്ല തിരിച്ചറിവ്. വൈരാഗ്യം വേണം, അനാവശ്യമായിട്ടുള്ള തന്നെ ആഗ്രഹമില്ലാതിരിക്കുക. ശമം, ദമം, മനസ്സിനെയും ശരീരത്തിനെയും അടക്കുക. ഉപരതി, എല്ലാറ്റിൽ നിന്നും വിട്ടുപോവുക. തിതിക്ഷ, ഉപേക്ഷിക്കാനുള്ള ശ്രദ്ധ. ശ്രദ്ധ, സമാധാനം.
മനസ്സിന്റെ സ്വസ്ഥമായിട്ടുള്ള അവസ്ഥ. പിന്നെ മുമുക്ഷുത്വം, മോക്തുമിച്ഛ മുമുക്ഷ, എല്ലാവരിൽ നിന്നും മോചനം വേണം എന്നുള്ള ആഗ്രഹം, മോക്ഷത്തിലുള്ള ആഗ്രഹം. ഇതൊക്കെയാണ് അധികാരി ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളും ഇവിടെ വേണം. ഇതൊക്കെ ഒരു സാധകന്റെ, തുടക്കക്കാരനായ സാധകന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഉള്ള ഒരു ആള്, അതാണ് ഈ ജ്ഞാനമാർഗത്തിലുള്ള ഒന്നാമത്തെ ഭൂമിക അല്ലെങ്കിൽ ഒന്നാമത്തെ ഘട്ടം. അപ്പൊ ഈ ഘട്ടത്തിലേക്ക് പ്രവേശിക്കലാണ് ആദ്യം വേണ്ടത്. വിവേക വൈരാഗ്യങ്ങൾ ഇതെല്ലാം നമുക്ക് മറ്റ് ശാസ്ത്രങ്ങളിലും ഇത് അതുപോലെ പറഞ്ഞു. അപ്പോ അങ്ങനെ അതിലേക്കൂടിയെല്ലാം ആ രീതിയിലൊക്കെ പരിശ്രമിച്ചിട്ട് ഈ യോഗ്യത നേടിയെടുക്കുക. ഇതാണ് ഒന്നാമത്തെ ഭൂമികയായ ശുഭ ഇച്ഛ, ശുഭേച്ഛ. കൂടുതൽ പറയാം, ഈ ശിവാനന്ദാശ്രമത്തിലെ TTCക്ക് അവരുടെ സിലബസില് ഈ സപ്തഭൂമികകള് എടുത്തു ചേർത്തിട്ടുണ്ട്. അങ്ങനെ വേറെ പല ദിക്കിലും ഞാനത് കണ്ടിട്ടുണ്ട് ഈ സിലബസിൽ. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഒന്നാമത്തേത് ശുഭേച്ഛാ ഭൂമിക. ഇനി രണ്ടാമത്തേത്, അതിന്റെ പേര് വിചാരണ. വിചാരണ വിചാരണ അതിൽ ശാസ്ത്ര സജ്ജന സമ്പർക്കം ഒന്ന് വേണ്ടത്. അതാണ് ശാസ്ത്രങ്ങളെ പറ്റി മനസ്സിലാക്കുക, സജ്ജനങ്ങളെ സംസർഗം ചെയ്യുക, അതൊന്ന്. രണ്ടാമത്തേത് വൈരാഗ്യം. വൈരാഗ്യം വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗത, അനാവശ്യമായിട്ട് അട്രാക്ഷനിലൊന്നും പെടാതിരിക്കുക, അതാണ്. പിന്നെയോ സദാചാരനിഷ്ഠ. 3 ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സദാചാരം, സത്തുക്കളുടെ ആചാരം. നന്മ നിറഞ്ഞവരെന്താണോ ആചരിക്കുന്നത് അത് തന്നെ നമുക്കും ആചരിക്കാനുള്ള ഒരു നിഷ്ഠ, അതാണ് സദാചാര നിഷ്ഠ. ഈ 3മാണ് വിചാരണാ ഭൂമിക. അപ്പൊ സദാചാരത്തില് ഈ ശ്രവണ മനന രൂപത്തില്, ശ്രവണ മനന നിധിധ്യാസനങ്ങൾ നമുക്കറിയാം. കേൾക്കുക, അതിനെ മനനം ചെയ്യുക, അതിനെ കഠിനമായിട്ട് ഡീപ്പായിട്ട് പഠിക്കുക, നിധിധ്യാസനം, അത് പ്രാക്ടിക്കലായിട്ട് പരിശോധിക്കുക. ഇതൊക്കെ കൂടിയതാണ് ഈ ജ്ഞാനസാധനം എന്ന് പറയുന്നത്. അപ്പോ ഇത് സത്സംഗത്തിലൂടെ സാധിക്കും. അപ്പൊ ഇതൊക്കെ വരുന്നതാണ് വിചാരണാ ഭൂമിക എന്ന് പറയുന്ന രണ്ടാമത്തെ ഭൂമിക. മൂന്നാമത്തേത് തനുമാനസ ഭൂമിക. തനു എന്ന് പറഞ്ഞാലേ മെലിഞ്ഞത് എന്നാണ്, ശോഷിച്ചത്. ഇപ്പം പിന്നെ സ്ത്രീകളുടെയൊക്കെ ലക്ഷണം പറയുമ്പം ഈ നടുഭാഗം, വയറിന്റെ ആ ഭാഗം തനുവാകണം, അവിടെ ഭാഗം കുടുങ്ങിയതായി. തനു മാനസം തനുവാവുക, അതാണ് ഇവിടെ. അപ്പം ഏറ്റവും മെലിഞ്ഞ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ശുഭേച്ഛ, വിചാരണ, ഇതിൻ്റെ ഒപ്പം ഈ ഇന്ദ്രിയങ്ങളായിട്ടുള്ള ബന്ധം കുറയുക, വിഷയങ്ങളോട്, അതാണല്ലോ ഇന്ദ്രിയങ്ങള് ഏതിനെയാണോ അനുഭവിക്കുന്നത് അത് തന്നെയാണ് വിഷയം. ആ വിഷയങ്ങളോട് സംഘം ഇല്ലാതാക്കും, അറ്റാച്ച്മെന്റ് ഇല്ലാതാക്കും. ഇങ്ങനെ ഈ മനസ്സിന്റെ പുറത്തേക്കുള്ള വഴി ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ആ ഇന്ദ്രിയങ്ങൾ എന്താ ചെയ്യുന്നത്? പുറത്തുള്ള പല വസ്തുക്കളെയും
ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങള് വലിച്ചെടുക്കാതിരിക്കുകയും ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിൽ ബന്ധം കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തായിത്തീരും? മനസ്സ് ശോഷിക്കും, മനസ്സിന് തടിയില്ലാണ്ട്. അപ്പം ഇത് തന്നെയാണ് നിധിധ്യാസനം എന്നൊക്കെ പറയുന്നത്. ഒരു നമ്മുടെ പഠിച്ചതിനെ പ്രാക്ടിക്കലാക്കും, അങ്ങനെയുള്ള ഘട്ടം. അതാണ് തനുമാനസ ഭൂമിക എന്ന്. അപ്പോ ഏകാഗ്രത കിട്ടുന്ന ഒരു ഘട്ടമാണിത്. നമുക്കറിയാം, പതഞ്ജലി 5 ഭൂമികൾ പറഞ്ഞിട്ടുണ്ട്, വിക്ഷിപ്തം എന്നൊക്കെ പറഞ്ഞിട്ട്. അതില് ഏകാഗ്രം, നിരുദ്ധം. ഏകാഗ്രം എന്നുള്ളത് യോഗയിൽ വരുന്ന ഭാഗമാണ്, ബാക്കിയൊന്നും യോഗയിൽ വരില്ല എന്ന് പറയുന്നത്. ഇവിടെ ഏകാഗ്രതയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ എന്താ ഏകാഗ്രത എന്ന് പറഞ്ഞാല്? കുറെ വൃത്തികൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിൽ നിന്നും ഒന്നിനെ മാത്രം സ്വീകരിക്കും. നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ഏകാഗ്രത അനേക വൃത്തികൾ ഒഴിഞ്ഞ് ഒരു വൃത്തി മാത്രം, ആ അവസ്ഥ, അതാണ് തനുമാനസാഭൂമി, ഏകാഗ്രമായിട്ടുള്ള അവസ്ഥ. അപ്പൊ അവിടെ ഒരു വൃത്തിയേ ഉള്ളൂ. മനസ്സിന്റെ ബാക്കി, മനസ്സ് ധാരാളം വൃത്തികള് അതിൽ നിന്ന് വിട്ട് ഒരു വൃത്തി മാത്രമായിട്ട് തീരുന്നത് തനുമാനസ. അതാണ് ശരിക്കും ഈ മൂന്നും സാധകന്റെ അവസ്ഥയാണ്. ഇതൊക്കെ ദ്വൈതവുമാണ്. 2 എന്നുള്ള അവസ്ഥയുണ്ട്, മനസ്സും മറ്റേതും വേറെ എന്നുള്ള അവസ്ഥയുണ്ട്. ഇത് തന്നെയാണ് ജാഗ്രത അവസ്ഥ എന്നും പറയും. അപ്പം ജാഗ്രത അവസ്ഥയും ദ്വൈതാവസ്ഥയും സാധകന്റെ അവസ്ഥയുമാണ് ഇത്. സാധകൻ എന്ന് അപ്പുറത്തേക്ക് ഇനി കടക്കണം, അതാണ്. അപ്പോ 3 എണ്ണം കഴിഞ്ഞു. ശുഭേച്ഛ, വിചാരണ, തനുമാനസ. 4-മത്തേത് സത്വാപത്തി പറയുന്ന അവസ്ഥ. ഇത് നേരത്തെ പറഞ്ഞു, ബാഹ്യ വിഷയങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ്, ചിത്തവൃത്തികളെല്ലാം ഒഴിഞ്ഞ്, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി അവസ്ഥകളെയും കടന്ന് ചിത്തസത്വത്തിലെത്തിയ മനസ്സ് സത്വപരമാത്മരൂപത്തിൽ ചേരും. സത്വ ആപത്തി, സത്വത്തിൽ ചേരുക, ആപത്തി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ എന്തായെന്ന് വെച്ചാൽ സാധകന്റെ അവസ്ഥയിലും കടന്നു, അപ്പുറത്തെത്തി, ബ്രഹ്മത്തെ അറിഞ്ഞു. അതുകൊണ്ട് ഈ 4-മത്തെ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്ക് പേര് ബ്രഹ്മവിത്ത്. ബ്രഹ്മത്തെ വിത്, അറിഞ്ഞവൻ എന്ന് ഉള്ളൊരു സ്ഥിതിയാണ് ഈ 4-മത്തെ ഭൂമിക. ഇവിടെ ദ്വൈതമില്ല, അദ്വൈതത്തിലേക്ക് കടക്കും. അപ്പം ശരൽക്കാല മേഘം പോലെ എന്നാ പറയുന്നത്. തെളിഞ്ഞ ആകാശമായിരിക്കും, അതിൽ മേഘങ്ങളില്ല. അതുപോലെയാണ് മനസ്സിലെ എല്ലാ ചിന്തകളും അദ്വൈത ബോധമുണ്ട്. പ്രപഞ്ചം ഒരു സ്വപ്നം പോലെ അനുഭവപ്പെടും. ഇത് നമ്മുടെ സമ്പ്രജ്ഞാത സമാധി എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടമാണ്. ഒന്നിൽ തന്നെ അങ്ങ് മുഴുകി അങ്ങനെ ആയിത്തീരും. അപ്പൊ എന്താണെന്നറിയാമോ? അവന്റെ സഞ്ചിത കർമ്മവും ആഗാമി കർമ്മവും നശിക്കും. ഇനി പൂർവകർമ്മങ്ങളൊന്നും ബാക്കിയില്ല, വരാൻ പോകുന്നതുമില്ല. ഈ പ്രാരബ്ധ കർമ്മം, ഇപ്പൊ നടക്കുന്ന കർമ്മം മാത്രമേ. ഇപ്പോഴത്തെ ജീവിതം ജീവിച്ചു തീർക്കുക, അത്രേ. ഇവിടെ ഒരു അപകടം ഉള്ളത്, സിദ്ധികൾ ഉണ്ടാകും, പലതരം കഴിവുകൾ വന്നു ചേരും. അപ്പോ അത് വരുമ്പോൾ വഴിതെറ്റാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അപകടം. സത്വാപത്തി എന്ന് പറയുന്ന ഈ ഭൂമികയുടെ അപകടം. അടുത്തത് 4 കഴിഞ്ഞ് 5-മത്തെ
അസംസക്തി എന്നാണ്. 4 ചതുഷ്ടയാഭ്യാസാത് 4 ഭൂമികകളെയും അഭ്യസിച്ച് കടന്നാൽ അപ്പൊ സത്വഗുണം പ്രബലമാവും. അവിടെ അസംസക്തി, ഒന്നിനോടും സംസക്തി ഇല്ലാത്തൊരവസ്ഥ, ആസക്തി ഇല്ലാത്ത, ബന്ധമില്ലാത്ത അവസ്ഥ. അപ്പൊ അതിൽ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വപ്നമില്ലാത്ത ഗാഠനിദ്ര പോലെ, ഒന്നും അറിയാത്തൊരോ സുഷുപ്തി പോലെ എല്ലാം ലയിക്കും. അദ്വൈതത്തിന്റെ ഏകാന്ത പഥികനായിട്ട് അങ്ങനെ മുന്നോട്ട്. ആഗാമി കർമ്മങ്ങളും ഇതൊക്കെ പറഞ്ഞോ, നേരത്തെ പറഞ്ഞു. പ്രാരബ്ധ കർമ്മം മാത്രം അല്പം ബാക്കിയുണ്ടാവും. അതും അനാവശ്യമില്ലേക്കെന്ന് പോലെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ മാത്രം ചെയ്യും, വേറെ ഒന്നുമില്ല. ഇങ്ങനെയുള്ള അവസ്ഥ മുമ്പേ ബ്രഹ്മവിത്ത് എന്നാണ് കഴിഞ്ഞതിൽ പറഞ്ഞത്, ബ്രഹ്മത്തിനെ അറിയുന്നത്. ഇവിടെ ബ്രഹ്മവിദ് വരൻ, അവരുടെ പേര് ബ്രഹ്മവിത്തുക്കളിൽ വരൻ, ശ്രേഷ്ഠൻ. ഇപ്പൊ ബ്രഹ്മജ്ഞാനികളിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയാൽ, അപ്പോ അങ്ങനെയുള്ളതാണ് 5ാമത്തെ അവസ്ഥ. പറയാം. 6ാമത്തെ അവസ്ഥ പദാർത്ഥ അഭാവന ഭൂമിക. പദാർത്ഥാഭാവന. അപ്പം പദാർത്ഥത്തിൽ അഭാവന, ബാഹ്യവും ആഭ്യന്തരവും, പുറത്തുള്ള വസ്തുക്കളും അകത്തുള്ള മനസ്സ്, ബുദ്ധി മുതലായുള്ള വസ്തുക്കളും, ഈ എല്ലാ പദാർത്ഥങ്ങളെയും അഭാവന, അതിനൊന്നും ഭാവന ചെയ്യില്ല, അതൊന്നും നമ്മളെ ബാധിക്കില്ല. ആത്മാവില് മാത്രം രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താവും? ആഹാരം വേണോ? വേണ്ട. വേണമെന്നില്ല, വേണ്ടെന്നില്ല. ആഹാരം ആരെങ്കിലും കൊടുത്താ കഴിക്കും, കൊടുത്തില്ലെങ്കിൽ അതിനെപ്പറ്റി ശ്രദ്ധയുണ്ടാവില്ല, വിശന്നാലും അറിയില്ല. അതാണ്. അപ്പോ ഇങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചാല് കഴിക്കും. ഈ ഒരു അവസ്ഥയാണ്. എപ്പോഴും ഒരു ഉറക്കത്തിലെ പോലെ ആയിരിക്കും നടത്തവും കാര്യങ്ങളും, പെരുമാറ്റമൊക്കെ അങ്ങനെ. ഇയാൾക്ക് നമ്മള് ബ്രഹ്മവിത്ത് 4ാമത്തെ സ്റ്റെപ്പ്, ബ്രഹ്മവിത്ത് വരൻ 5ാമത്തെ സ്റ്റെപ്പ്, 6ാമത്തേത് ബ്രഹ്മവിദ് വരീയൻ. ബ്രഹ്മവിത്തുക്കളിലും മേലെയുള്ള ആളിലും മേലെ. അപ്പൊ നമ്മൾ കാണുന്ന സ്റ്റെപ്പ് എന്നല്ല, എത്രയോ പോയി. ഇതാണ് 6ാമത്തെ സ്റ്റെപ്പ്. ഇനി 7ാമത്തേത് ലാസ്റ്റ് ആണെന്ന് അറിയാലോ. തുരീയ എന്ന 7ാമത്തെ. എന്താണ്? എല്ലാ ഭേദവിചാരങ്ങളും അസ്തമിക്കും. ഒന്നിനെ പറ്റിയിട്ടും ഒരു ചിന്തയോ ബോധമോ വ്യത്യാസങ്ങളോ ഉണ്ടാവുകയില്ല. തൻ്റെ ആത്മാവിൽ മാത്രം നിഷ്ഠനായി. അതാണ് തുരീയാവസ്ഥ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം വിട്ടു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എല്ലാം വിട്ടു. തുരീയമായിട്ടുള്ള ഒരവസ്ഥയിൽ ഇയാൾക്ക് വിളിക്കുന്നത് ബ്രഹ്മവിത്ത്, ബ്രഹ്മവിദ് വരൻ, ബ്രഹ്മവിദ് വരീയൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ. സൂപ്പർലേറ്റീവായി. ഇനി അതിന്റെ അപ്പുറത്തൊരു അവസ്ഥയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലെത്തും. അതാണ് ഈ ഘട്ടം. അപ്പൊ എപ്പോഴും സമാധിയിൽ മുഴുകിയിട്ടാണ്. ഒരു കർമ്മവും മറ്റുള്ളവർ പ്രേരിപ്പിച്ചാൽ പോലും ചെയ്യില്ല. ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാലും നിർബന്ധിച്ചാലും കഴിക്കില്ല, കഴിക്കാനാവില്ല. അതാണ് സപ്തമി ഗൂഢസുപ്താഖ്യ എന്നാണ്. ക്രമപ്രാപ്ത പുരാതന, ഒരു ഗൂഢമായിട്ടുള്ള ഉറക്കമാണ് ഇത്. എത്ര ന അസത് ന സത് രൂപ. അവിടെ സത്വമില്ല, അസത്വമില്ല.
ന അഹം നാഭി അനഹങ്കൃത്. അവിടെ അഹങ്കാരവും ഇല്ല, അനഹങ്കാരവും ഇല്ല, ഒന്നുമില്ല. ഈ അവസ്ഥയിലെത്തിയാല് 3 ദിവസം കൊണ്ട് ശരീരം വീണുപോകും. അപ്പോഴേക്കും ഒരുവിധം ഭക്ഷണമൊന്നും ഇല്ലാത്ത അവസ്ഥ എത്തിയിട്ടുണ്ട്. 3 ദിവസം കഴിയുമ്പോൾ അയാള് ഈ ലോകത്തുനിന്ന് അപ്രത്യക്ഷനാവും. ആരും അദ്ദേഹം പോലും അറിയാം. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയാണ് അവസാനത്തെ ബ്രഹ്മവിദ് വരിഷ്ഠന്റെ അവസ്ഥ, തുരീയ അവസ്ഥ എന്ന് പറയും. അപ്പൊ അതിൽ പറയുന്നതറിയോ? അന്തശൂന്യോ ബഹിശൂന്യ. അകത്തും ശൂന്യം, പുറത്തും ശൂന്യം. ശൂന്യ കുംഭ ഇവ അമ്പരേ. ആകാശത്തിലൊരു കുടം. അമ്പരെ, ആകാശം എന്ന് പറഞ്ഞാൽ ശൂന്യതയിൽ നിൽക്കണം, നമ്മുടെ വായു അല്ല. അപ്പം ആ ആകാശത്തിലൊരു കുടം ഇങ്ങനെ പിടിച്ചാൽ അതിന്റെ അകത്തും ശൂന്യമാണ്, പുറത്തും ശൂന്യം. ആ ശരീരം ഇങ്ങനെ നിൽക്കുന്നെന്ന് മാത്രമേ. ഇതാണ് അവസ്ഥ. ഇനി ശൂന്യം എന്ന് പറയുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ. അന്തപൂർണോ ബഹിപൂർണ. അകത്തും നിറഞ്ഞിട്ടാണ്, പുറത്തും നിറഞ്ഞിട്ടാണ്. ഏതുപോലെ? പൂർണ്ണകുംഭ ഇവ അർണവേ. വലിയ സമുദ്രത്തില് ഒരു കുടം മുക്കി ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? അകത്തും നിറഞ്ഞിട്ട് പുറത്തും നിറഞ്ഞു. എല്ലാം അനന്തമാണ്. കടലും അതെ, ആകാശം. ഇങ്ങനെ സമുദ്രത്തിലെ മുക്കിയ കുടം പോലെ അകത്തും പുറത്തും നിറഞ്ഞത്, ആകാശത്തിൽ പിടിച്ച കുടം പോലെ അകത്തും പുറത്തും ശൂന്യമാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകും, 7ാമത്തെ അവസ്ഥ എന്നാണ് ഈ അധ്യായത്തിലെ ഒരു ഭാഗം പറയുന്നത്. ഞാനിതൊരു മോഡലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും എത്ര ഡീപ്പായിട്ടാണ് ഇതില് പോയിട്ടുള്ളത്. അപ്പോ യോഗവാസിഷ്ഠം അവിടെ നിർത്താം. അരമണിക്കൂർ കഴിഞ്ഞു പോയി. ഇനി നമ്മള് പോകുന്നത് മറ്റൊരു ടെക്സ്റ്റാണ്. ഹഠരത്നാവലി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ്. ഹഠ, ജ്ഞാനവാസിഷ്ഠം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് മനസ്സിലാവും. ജ്ഞാനമായിട്ട് വന്നു. പിന്നെ അതിൽ യോഗവും ഒക്കെ വരുന്നുണ്ട്. ഹഠരത്നാവലി എന്ന് പറയുമ്പോൾ നമ്മൾ അന്നേരം തന്നെ മനസ്സിലായിക്കൊള്ളണം, ഇത് ഹഠയോഗത്തെ പ്രതിനിധീകരിക്കുന്ന പുസ്തകമാണ്. അപ്പൊ ഹഠയോഗത്തില് കൂടുതലായിട്ടും വരുന്നത് നമുക്ക് ഇന്നലെ നമ്മളതിൽ ചർച്ച വന്നതാണ്. ഹഠ എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഡെഫിനിഷൻ വരുന്നുണ്ട്. അകാര കീർത്തിത സൂര്യ. ഹാന്ന് സൂര്യനും ഠ ചന്ദ്രനുമാണ്. അഠ എന്ന് പറയുമ്പോൾ ചന്ദ്ര സൂര്യന്മാരുടെ, അതായത് ചന്ദ്രൻ വലത്തെ മൂക്ക്, ചന്ദ്രൻ ഇടത്തെ മൂക്ക്, സൂര്യൻ വലത്തെ മൂക്ക്. ചന്ദ്രൻ ഇടാനാടി, പിന്നെ സൂര്യൻ അല്ലെങ്കിൽ വലത്തെ മൂക്ക് പിങ്ങളാനാടി. ഇങ്ങനെ ഇടാ പിങ്ങളാ നാടികള്, ചന്ദ്ര സൂര്യന്മാര്, വലതെടുത്ത് മൂക്ക്, ഇങ്ങനെ നോക്കിയാൽ പ്രാണായാമത്തിന് ഒരു പ്രാധാന്യം അവിടെ വരും ഹഠയോഗത്തിൽ. അതുകൊണ്ടാണ് യോഗവാസിഷ്ഠത്തിൽ പ്രാണായാമത്തിനെ യോഗം എന്ന് വിളിച്ചത്. അപ്പോ അത് ഹഠ രീതിയിൽ പോകുന്നത്. പിന്നെയാണ് മനസ്സിന്റെ രീതിയിൽ പോകുമ്പോഴാണ് ഇത് രാജയോഗമായിട്ട് മാറും. ഇത് വ്യത്യസ്തമാണെന്നൊന്നും ധരിക്കരുത്. ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് മറ്റതിന്റെ ഒരു സഹായകമായിട്ടുള്ള ക്രിയ എന്നേ പറയാം. അപ്പോ നമ്മള് 2ാമത്തെ ടെക്സ്റ്റ് പോകുന്നത് ഹഠരത്നാവലി എന്ന് പറയുന്ന പുസ്തകം. ഇവിടെ ഒരു ഹഠരത്നാവലി ഇംഗ്ലീഷിലുള്ള വ്യാഖ്യാനം. ശ്രീനിവാസ യോഗി എന്നാണ് ഇതിന്റെ കർത്താവിന്റെ പേര്. ഹഠയോഗ പ്രദീപിക വന്നതിന് ശേഷമുണ്ടായ പുസ്തകമാണ് എന്ന് ഉറപ്പിച്ചു പറയാം. കാരണം ഹഠയോഗത്തിലെ ചിലതിനെ വിമർശിക്കുന്നുണ്ട് ഇതില്. അതേപോലെ ഏകദേശം 1/3 ശ്ലോകവും ഹഠയോഗ പ്രദീപികയിൽ നിന്ന് അതുപോലെ എടുത്തു കൊടുത്ത ശ്ലോകങ്ങൾ ഇതിൽ ഉണ്ട്.
അപ്പോ ഒരു പൂർണ്ണമായിട്ടുള്ള ഹഠയോഗ ടെക്സ്റ്റ് ആണ്. ഇതിലെ ഹഠ ബന്ധപ്പെട്ട് ഒരു 4 തരം യോഗങ്ങൾ വരുന്നുണ്ട്. ഒന്ന് മന്ത്രയോഗമാണ്. മന്ത്രയോഗം എന്ന് പറഞ്ഞാൽ അറിയാലോ, മന്ത്രം ജപിക്കുന്ന രീതി. മന്ത്രം എന്നുള്ളതിന് ഒരു ഡെഫിനേഷൻ കൊടുത്തത് മാ എന്ന് പറഞ്ഞാൽ മനസ്സ്, ത്ര എന്ന് പറഞ്ഞാല് പ്രാണൻ. മനസ്സും പ്രാണനും ചേരുന്നത് മന്ത്രയോഗം. ഇപ്പൊ മന്ത്രയോഗത്തിൽ കിട്ടുന്നത് അതാണ് ഫലം. മനസ്സും പ്രാണനും ചേരും, ഒന്നാവും. ആ യോഗമാണ് മന്ത്രയോഗം എന്ന് ഇതിൽ പറയുന്നു. അതേപോലെ രണ്ടാമത്തേത് ലയയോഗം എന്നാണ്. അപ്പോ മനസ്സ് ലയിക്കുന്നത്, അതാണ് ഈ ലയയോഗം എന്ന് പറയുന്നത്. ഇനി രാജയോഗം, പ്രാണനും അപാനനും ചേരുന്ന ആ ഒരു പദ്ധതി, സമാധി സ്റ്റേറ്റിലേക്ക് പോകുന്നതൊക്കെ ആയിട്ടുള്ളത് രാജയോഗം. പിന്നെ ഹഠയോഗം, 4 ഹ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ ഠ. അപ്പൊ ലയയോഗം, ഹഠയോഗം, രാജയോഗം, പിന്നെ മന്ത്രയോഗം, ഇതൊക്കെ അതിലൂടെയല്ല ഇത് കടന്ന് പോകുന്നുണ്ട് എന്ന്. പക്ഷെ ഇദ്ദേഹം ആദ്യം പറയുന്നുണ്ട് ഇതൊന്നും വേറെ വേറെ അല്ല. ഭ്രാന്ത്യ ബഹുമതധ്വാന്തേ രാജയോഗമജാനതാം കേവലം രാജയോഗായ ഹഠവിദ്യോപശ. ഇത് എല്ലാം രാജയോഗത്തിലാണ് അടങ്ങുന്നത്. അതായത് മനസ്സിന്റെ ലയത്തിൽ ധാരണാധ്യാന സമാധിയിലൂടെ മുന്നോട്ട് പോകുന്ന പദ്ധതിയാണ് എല്ലാം. അതിലേക്ക് സഹായിക്കുന്നതാണ് എല്ലാം എന്ന് ഇദ്ദേഹം പറയുന്നു. അഥാതോ യോഗജിജ്ഞാസ ശാസ്ത്രമാദ്യമിതം കൃതം യോഗസ്യ വിഷയം വക്തും യോഗശാസ്ത്രേ പ്രയോജനം. ഈ യോഗത്തിനെയാണ് നമ്മൾ പരിശ്രമത്തിലൂടെ നേടേണ്ടത് എന്ന് ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി നമുക്കറിയാം, ഇതില് ഹഠയോഗത്തില് വരുന്ന പ്രാണായാമവും മുദ്രകള്, ആസനങ്ങള്, 84 ആസനങ്ങളുടെ പേര് പറയും. പക്ഷെ അതില് മുഴുവനും ഒന്നും വിശദീകരിക്കുന്നില്ല. 34 എണ്ണം, 32 34 അതിന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് ആക്കുന്നുണ്ട്. ബാക്കിയുള്ളതിന്റെ പേര് പറഞ്ഞു വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പേര് ഞാനിതിൽ വായിക്കാം. സിദ്ധം, ഭദ്രം തഥാ വജ്രം. സിദ്ധാസനം, ഭദ്രാസനം, വജ്രാസനം. സിംഹ ശില്പ ആസനം പരം. ബന്ധം കര സമ്പുടിതം ശുദ്ധം. പത്മചതുഷ്ടയം, പത്മാസനം 5 എണ്ണം അല്ല 4 എണ്ണം. ദണ്ഡപാർശ്വം സഹജം. ബന്ധപിണ്ഡം, മയൂരകം, ഏകപാദം, ഏകപാദാസനം. മയൂരഞ്ച ഷൺമയൂരമിഹോച്യതേ, 6 മയൂരാസനം. പിന്നെ ഭൈരവാസനം, കാമദഹനം, പാണിപാത്രം, കാർമുകം. ഇങ്ങനെ 64 ആസനങ്ങള് ഇതില് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഹഠയോഗത്തിൽ വരുന്ന എല്ലാ പദ്ധതികളും ഇതിലും വരുന്നുണ്ട് എന്ന് ഒരു ചുരുക്കം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്തത്. അപ്പോൾ ആസനങ്ങളും ബന്ധങ്ങളും അതേപോലെ ക്ലീനിങ്, ബസ്തി, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. അത്യാവശ്യം ചിലത് കൂട്ടിച്ചേർത്തിട്ടും ഉണ്ട്. പിന്നെ അപാന പ്രാണയോശ്ചാപി ജീവാത്മപരമാത്മനോഹോ യോഗശ്ചായം ഹി യോഗാർത്ഥ
കേജിത് ആചക്ഷതേ ബുധാഹ. അപാനനും പ്രാണനും കൂടിയുള്ള ചേർച്ചയാണ് യോഗം എന്ന്. അതായത് പ്രാണായാമത്തിന്റെ ഒരു ഘട്ടം. ചിത്തവൃത്തി നിരോധസ്തു മഹായോഗ പ്രകീർത്തിത. പതഞ്ജലിയുടെ ചിത്തവൃത്തി നിരോധ എന്നുള്ള ആ ഡെഫിനിഷൻ ഇദ്ദേഹം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് പറഞ്ഞെന്താ അറിയോ? അതിന് യോഗം എന്ന് മാത്രമല്ല, മഹായോഗം എന്നാണ്. ആ പിന്നെ പതഞ്ജലിയോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതില് യോഗ ചതുർവിധ പ്രോക്ത യോഗത്തെ സർവവിദ്യ. അത് 4 തരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മന്ത്രയോഗം. മന്ത്രയോഗോ ലയശ്ചൈവ രാജയോഗ തൃതീയക ഹഠയോഗ ചതുർത്ഥസ്യ. അതാണ് മന്ത്രയോഗം, ലയയോഗം, രാജയോഗ തൃതീയ, മൂന്നാമത്തേത് രാജയോഗം, ഹഠയോഗ ചതുർത്ഥ, ഹഠയോഗം 4മത്തെ. ഇതെല്ലാം എന്താണ്? പ്രാണിനാം മോക്ഷദായക, എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്നതാണ് ഇത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. മന്ത്രോ ലയോ ഹഠോ രാജയോഗ യോഗാന്താഹ ഭൂമികാക്രമാത് ഏകമേവ ചതുർത്ഥായം മഹായോഗോഭിധീയതേ. ഈ മഹായോഗം എന്ന് പതഞ്ജലി പറഞ്ഞത് തന്നെയാണ് മന്ത്രോ ലയോ ഹഠോ രാജ 4 അത് ഏകയേവ ചതുർത്ഥ 4 തരത്തിൽ പറഞ്ഞു വന്നിരുന്നു. എല്ലാം എന്താണ്? മഹായോഗത്തിൽ പെടുന്നത്. അതാണ് മഹായോഗോ അഭിധീയതേ. ഇനി മന്ത്രയോഗം എന്താണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. മന്ത്രയോഗം എന്ന് പറഞ്ഞാൽ അംഗേഷു മന്ത്രം വിന്യസ്യ. അംഗേഷു മന്ത്രം തന്റെ അംഗങ്ങളിൽ, വിവിധ സ്ഥലത്ത് ശരീരത്തില് വിന്യസിക്കണം. അംഗന്യാസം എന്ന് പറഞ്ഞിട്ട് പൂജയിലൊക്കെ വിശദമായിട്ടുണ്ട്. നമ്മളെ എല്ലാ പിന്നെ വവൽസ്, സ്വരങ്ങള് തലയിലാണ് വരിക. ആ ഈ അല്ല, ഓരോ ഒരിക്കല് വിന്യസിക്കണം. ക ഖ ഗ ഘ ഓരോ സന്ധികളിലും ഓരോ അക്ഷരം വിന്യസിക്കണം. ഇങ്ങനെ അംഗങ്ങളില് ഈ അക്ഷരങ്ങളെ വിന്യസിക്കും, മന്ത്രത്തെ വിന്യസിക്കുക. പിന്നെ മന്ത്രം ജപിക്കുക. ഏനകേനാഭിസിദ്ധസ്യാത് മന്ത്രയോഗ ശ്രമിച്ചു. ആ മന്ത്രം ജപിച്ച് സിദ്ധനായി തീരുന്നതാണ് മന്ത്രയോഗം എന്ന് പറയുന്നത്. ഇനി അഥ ലയയോഗ. എന്താണ് ലയയോഗം? ലയയോഗ ചിത്ത ലയാത് സങ്കേതസ്തു പ്രജായതേ. സങ്കേതത്തിലൂടെ ചിത്തത്തിന്റെ ലയം, മനസ്സിന്റെ ലയം. എന്ന് പറഞ്ഞാൽ മനസ്സ് ലയിച്ചില്ലാണ്ടാവും. അങ്ങനെ ആദിനാഥേന തുലയാഹ സാർദ്ധകോടിരുദീരിതാഹ. ആദിനാഥൻ, അടയോഗ പ്രതിഭയിലേക്ക് വരുന്ന ആദിനാഥായ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പം ആ ആദിനാഥൻ എന്ത് ചെയ്തിട്ടുണ്ട്? സാർദ്ധകോടി ലയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാർദ്ധകോടി, അർദ്ധത്തോടു കൂടിയ കോടി, അതായത് 1.5 കോടി വിവിധ തരത്തിലുള്ള ലയങ്ങളെ പറ്റിയിട്ട് ആദിനാഥനായിട്ടുള്ള പരമശിവൻ പറഞ്ഞിട്ടുണ്ട് എന്നിതിൽ സൂചിപ്പിക്കുന്നു. അതാണ് ലയയോഗം എന്ന് പറയുന്നത്. ഭ്രൂമധ്യേ ദൃഷ്ടിമാത്രേണ പരസങ്കേത ഉച്യത. അപ്പൊ സങ്കേതത്തിലൂടെ ആണ് ലയയോഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സ് സങ്കേതത്തിൽ ലയിക്കണം. എന്താണ് സങ്കേതം എന്ന് പറഞ്ഞാല്? ഭ്രൂമധ്യേ ദൃഷ്ടിമാത്രേണ പരസങ്കേത ഉച്യതേ. ഭ്രൂമധ്യം ഈ നമുക്കറിയാലോ, 2 ഭ്രൂ പുരികങ്ങൾക്കാണ് ഭ്രൂ എന്ന് പേര്. അതിന്റെ മധ്യം, അതായത് നെറ്റിയുടെ
നടുക്ക് മൂക്കിന്റെ നേരെ മേലെ. അപ്പോ അവിടെ അതാണ് സങ്കേതം എന്ന് പറയുന്നത്. ആ സങ്കേതത്തില് ഈ സങ്കേതം എന്ന് പറഞ്ഞാൽ ഈ ഭ്രൂമധ്യമാണെങ്കിലും അതിന്റെ നേരെ പിൻഭാഗത്ത് ഉള്ള സ്ഥലമാണ് സങ്കേതം. അവിടെയാണ് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഉറപ്പിച്ചാല് മൃത്യുഞ്ജയ പരഹ, അവർക്ക് മൃത്യുഞ്ജയമാണ് ഫലം. അവര് മൃത്യുവിനെ ജയിക്കും. ഏതദേവ മന്ത്രം ഏതദേവ മതം ഏതദേവ മതം സമ്മതം ഹഠപ്രദീപികായാമപി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഹഠയോഗ പ്രദീപികയിലും സമ്മതമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അത് ശ്രീ ആദിനാഥേന സപാദകോടി അവിടെ വന്നിട്ടുണ്ട്. ലയപ്രകാരാഹ കഥിത ജയന്തു. സപാദകോടി എന്നാല് 1 കോടിയും 1/4 ഭാഗം 25 ലക്ഷം. അതാണ് സപാദകോടി. മറ്റേ ഇവിടെ സാർദ്ധകോടിയാണ്. ഒരു വ്യത്യാസം. അപ്പൊ അവിടെയും അത് പറഞ്ഞിട്ടുണ്ട്. ലയോ ലയ ഇതി പ്രാഹു കീദൃശം ലയലക്ഷണം അപുനർഭവ സംസ്ഥാനം ലയോ വിഷയ വിസ്മൃതി. ആ ലയയോഗത്തിന്റെ ഒരു കുറച്ചുകൂടി വിശദമായിട്ടുള്ളതാണ്. ലയം എന്ന് പറഞ്ഞാൽ എന്താണ്? കീദൃശം ലയലക്ഷണം, ലയത്തിന്റെ ലക്ഷണം എന്താണ്? അപുനർഭവ സംസ്ഥാനം. അപുനർഭവം, ലയോ വിഷയ വിസ്മൃതി. 2 കാര്യമാണ്. ഒന്ന്, പുനർജന്മം, ഇനിയൊരു ജന്മമില്ലാത്ത അവസ്ഥയാവും. രണ്ടാമത് വിഷയ വിസ്മൃതി. വിഷയം എന്ന് പറഞ്ഞാൽ ബാഹ്യവസ്തുക്കൾ എന്നാണ് അർത്ഥം. ആ ബാഹ്യവസ്തുക്കളെ വിസ്മരിക്കുക, ഓർമ്മിക്കാതെ ബാഹ്യവസ്തുക്കളുടെ ഓർമ്മ ഇല്ലാതാവുക എന്നുള്ളതാണ് ലയത്തിന്റെ ഒരു അവസാനത്തെ ഘട്ടം എന്ന് പറയും. ഇനി രാജയോഗം. അഥ രാജയോഗ ദൃഷ്ടലക്ഷാണി ന ചിത്തഭംഗോ ന ദേശകാലോ ന ച വായുരോധഃ ന ധാരണാധ്യാന പരിശ്രമോ വാ സമേധമാനോ സതി രാജയോഗേ. രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ന ദൃഷ്ടലക്ഷാണി, ദൃഷ്ടിക്ക്, നമ്മുടെ കണ്ണിന് ഒരു ലക്ഷ്യം ഇല്ലാത്തൊരവസ്ഥ വരും. അതാണ്. ഒന്നും കാണാനില്ല, കാണേണ്ട ആവശ്യമില്ല. ഇനി ന ചിത്തഭംഗോ, ചിത്തത്തിന്, മനസ്സ്, ഇനി ഒന്നും മനസ്സിനൊരു മാറ്റം വരാനില്ല. ചിത്തവൃത്തികളൊക്കെ നിരോധിക്കപ്പെടും. അതാണ്. പിന്നെ ദേശകാലവും, അവന് ദേശകാലങ്ങളില്ല. ന ദേശകാലവും, ദേശവും കാലവും അതിക്രമിച്ച്. പിന്നെയോ ന വായുരോധ. ഈ അവസ്ഥയിൽ രാജയോഗത്തില് പ്രാണായാമത്തെയും കടക്കും. നമുക്കറിയാലോ, പ്രാണായാമം കഴിഞ്ഞിട്ട് പ്രത്യാഹാരം കഴിഞ്ഞിട്ടാണ് ധാരണ സമാധി. അപ്പോ പ്രത്യാഹാരവും കൂടി കഴിയും എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അടക്കും. മനസ്സിനെല്ലാം, ഈ ഇന്ദ്രിയങ്ങളെ വസ്തുക്കളിൽ നിന്ന് അടക്കും. പ്രാണായാമവും അതിൻ്റെയും ഒരു വിജയം ഉണ്ടാകും. അതിന്റെ ശേഷമാണ്. അതാണ് ന വായുരോധ ന ധാരണാധ്യാന പരിശ്രമോ. അതാണ് ധാരണാധ്യാനം സമാധി. അതിന് ആ ധാരണാധ്യാന പരിശ്രമവും ഇല്ലാണ്ടാവും രാജയോഗത്തിൽ. സമേധമാനേ സതി രാജയോഗേ. രാജയോഗത്തിൽ കടക്കുമ്പോ ഇതിനെയൊക്കെ കടന്നു വെക്കും. അഷ്ടാംഗങ്ങൾ കടക്കുന്ന അവസ്ഥയായിരിക്കും. ന ജാഗരോ നാസ്തി സുഷുപ്തി ഭാവം.
അവിടെ ജാഗ്രതയുമില്ല, സുഷുപ്തിയുമില്ല. അതാണ്. ന ജീവിതം ന മരണം ന ചിത്തം. അവിടെ ജീവിതവും മരണവും ചിത്തവും ഒന്നുമില്ല. അഹം മമത്വ ആദി അപഹായ. അഹം ഞാൻ, എന്റേത് എന്നുള്ള അവസ്ഥ കളഞ്ഞ് ശ്രീ രാജയോഗ സ്ഥിരചേതനാനാം, അങ്ങനെ ഉള്ള സ്ഥിരചിത്തന്മാരാണ് രാജയോഗത്തിന്റെ ആൾക്കാർ. രാജയോഗം വിനാ പൃഥ്വി, രാജയോഗം വിനാ നിശ. രാജയോഗമില്ലാതെ ഈ ഭൂമിയില്ല. രാജയോഗം വിനാ നിശ. രാജയോഗമില്ലാതെ രാത്രിയില്ല. രാജയോഗം വിനാ മുദ്ര. മുദ്രകളൊന്നും രാജയോഗമില്ലെങ്കിൽ മുദ്രയില്ല. വിചിത്രാവിന രാജത്തെ. ഒരു മുദ്രയും രാജയോഗമില്ലാതെ വിജയിക്കുകയില്ല, രാജിക്കുകയില്ല, ശോഭിക്കുകയില്ല. പീഠാനി, പീഠാനി എന്ന് പറഞ്ഞ ആസനങ്ങൾ. കുംഭകാശ്ചിത്രാഹ, കുംഭകങ്ങള് എന്ന് പറഞ്ഞ പ്രാണായാമം, ആസനം പ്രാണായാമം. ദിവ്യാനി കരണാനി ച, പിന്നെ കരണാനി പറഞ്ഞ മുദ്രകൾ. ആസനങ്ങള്, പ്രാണായാമം, മുദ്ര. സങ്കോപിച്ച ഹഠാഭ്യാസോ, പിന്നോ ഹഠാഭ്യാസം. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ കുംഭകവും, അതായത് പ്രാണായാമം, ആസനം, പിന്നെ മുദ്ര മുതലായിട്ടതല്ല. രാജയോഗ ഫലാർത്ഥദാഹ, ഇതൊക്കെ തന്നെ രാജയോഗത്തിന്റെ ഫലം തരാൻ വേണ്ടിയിട്ടാണ്, അതിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ 3 യോഗങ്ങൾ കഴിഞ്ഞു. 4മത്തേത് ഹഠയോഗം. ഹഠയോഗത്തിനെ പറ്റി പറയുന്നത് മഹാമുദ്രാദി ദശകം, ദശമുദ്രകൾ. ഈ നവരാത്രി ദശമുദ്ര സമാരാധ്യ പറയുന്നു. മുദ്രകൾ, നമ്മുടെ കയ്യിന്റെ മുദ്രയല്ലത്, മറ്റ് മുദ്രകൾ. അപ്പൊ ദശമുദ്രാദി, മഹാമുദ്രാദി ദശകം, മഹാമുദ്ര മുതലായിട്ടുള്ള 10 കർമാണി അഷ്ടവും, 8 കർമ്മങ്ങൾ, അതായത് ഈ പിന്നെ ശുദ്ധി കർമ്മങ്ങൾ. കുംഭകാഹ, കുംഭകങ്ങൾ. ചതുരശീത്തി ആസനാനി, ചതുരശീതി പറഞ്ഞ 84 ആസനങ്ങൾ. പ്രാഹുശ്ച ഏതത് ഹഠാഹ്വയം, ഇതിനെയാണ് ഹഠം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിൽ വിവരിക്കുന്നുണ്ട്. പിന്നെ അതിനെ ഒന്ന് ഓടിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം, ഒരു ശ്ലോകം ഇവിടെ വരുന്നുണ്ട്. ഹഠം വിനാ രാജയോഗം, ഹഠമില്ലാതെ രാജയോഗമോ, രാജയോഗം വിനാ ഹഠം, രാജയോഗമില്ലാതെ ഹഠമോ, ഹഠയോഗമില്ലാതെ രാജയോഗം ഇല്ല. വ്യാപ്തി സ്യാദ് അവിനാഭൂത ശ്രീരാജഹഠയോഗയോഹോ, ഈ രാജയോഗവും ഹഠയോഗവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. മകാരേണ മനഃപ്രോക്ത ത്രകാര പ്രാണ ഉച്യതേ മനഃപ്രാണ സമായോഗാത് യോഗോ വൈ മന്ത്രസംചക. അത് നേരത്തെ മന്ത്രയോഗത്തിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപാന വൃത്തിമാകൃഷ്യ പ്രാണോ ഗച്ഛതി മധ്യമേ. അപാനനും പ്രാണനെയും ഒന്ന് താഴോട്ടും ഒന്ന് മേലോട്ടാണ്. അപ്പോ രണ്ടിനെയും ചേർത്ത് മധ്യത്തിൽ ഗച്ഛതി മധ്യമേ രാജതേ ഗഗനാംഭോജേ. അത് ആ ഹൃത്താകാശത്തിൽ അതിനെ പിടിച്ചു നിർത്തിയാൽ രാജയോഗസ്തു തേനവൈ. ഇങ്ങനെ ധാരാളം ഡെഫിനിഷൻസ് ഇതിൽ വരുന്നു. ഇതിലെ അത്യാവശ്യം ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നല്ലാതെ ഹഠയോഗ പ്രതിവികയുടെ പല കാര്യങ്ങളും പല ശ്ലോകങ്ങൾ അതുപോലെ, അതായത് 1/3 33% ഇതിൽ കണക്കൂട്ടി എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മൊത്തം ഉള്ളതിന്റെ 33%
ഹഠയോഗ പ്രദീപയിലെ ശ്ലോകം അതുപോലെ എടുത്തു കൊടുത്തതാണ്. പലതും അതിന്റെ അനുകരണങ്ങളുമാണ്. എന്നാൽ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ 4 യോഗങ്ങൾ ഇതിൽ പ്രത്യേകതയാണ്. അപ്പോൾ ഹഠയോഗ പ്രദീപിക നമ്മൾ അടുത്ത ദിവസം കാണാൻ പോകുന്നുണ്ട്. അപ്പം ഒരു ഘടകരത്നാവലി എന്ന് പറയുന്ന ഒരു പുസ്തകം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നേ ഉള്ളൂ. എല്ലാവർക്കും വായിക്കാൻ ഒരു പ്രേരണയാകും 2 പുസ്തകവും, യോഗവാസിഷ്ടവും ഘടകരത്നാവലി. ഇത്ര ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമസ്കാരം.